ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ആരെ തോപ്പിക്കാൻ അച്ഛാ? അച്ഛന്റെ ഈ പടപ്പുറപ്പാട്. ആർക്ക് മുന്നിൽ തോറ്റാലും സ്വന്തം മക്കളുടെ മുന്നിൽ മഹേന്ദ്രൻ തോക്കില്ലടാ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒത്തുകളിയാണെന്ന്. ഇതിന്റെ എല്ലാ ശക്തി കേന്ദ്രം കളക്ടർ മേഡം ആണെന്നും മനസ്സിലായി. നീ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾ ആരുടെയും ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അവനെയും അവളെയും എവിടെ വെച്ച് കണ്ടാലും എന്റെ മകളാണെന്ന് പോലും നോക്കാതെ കൊന്നുകളയും ഞാൻ. ഒരു കളക്ടറുടെ മുന്നിൽ നിന്നാണ് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നതെന്ന് ഓർക്കണം. ഇതിന്റെ വരും വരായികകൾ എന്തായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മാണിക്കോത്ത് മഹേന്ദ്രന് ഒരു തന്തയേ ഉള്ളൂ, ഒരു വാക്കും. ദത്തനുജന്റെ ആയുസ്സിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോ. കാലഭൈരവന്റെ നോട്ടം അവനിൽ വീണ് കഴിഞ്ഞു. നീ എന്റെ വിഷ്ണുവിന്റെ പെണ്ണിനെ ചീത്ത പറയുന്നോടാ. ഞാൻ കൊല്ലും. ഞാൻ നിന്നെ ഇന്ന് കൊല്ലും. ഞാൻ എടാ ശിവ, എടാ നിന്റെ മുന്നിൽ വെച്ചാ ഇയാൾ എന്റെ നേരെ കൈയോങ്ങിയത്. ഇപ്പൊ നിനക്ക് എന്നെക്കാളും വലുത് മറ്റു പലരും ആണല്ലോ. നിനക്ക് ഞാൻ 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ചന്ദ്ര വീട്ടിലെത്തിയിരിക്കണം. എടാ നീ വീണ്ടും എന്റെ മോനെ. എനിക്കച്ചാ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. എഴുന്നേക്ക്. എനിക്കച്ചാ വെള്ളം കളിക്ക. വിഷ്ണുവിടെ ഞാനിവിടെ ഉണ്ടച്ചാ. വിഷ്ണു എടാ മോനെ, അയാളെ പോയാടാ മോനെ. പോയി. എടാ മക്കളെ, അച്ഛന് തലവേന എടുക്കുന്നതാ. നല്ല തലവേനയാ, തല പൊട്ടുന്ന പോലെ തോന്നുവാ. അച്ഛൻ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോ. വിളിച്ചേട്ടാ, അച്ഛനെ വണ്ടിയിലേക്ക് കയറ്റ. അയ്യോ മാഡം, നമുക്ക് മന്ത്രിയുടെ മീറ്റിംഗ് ഉണ്ട്. മോളെ പൊയ്ക്കോ. രാഘവേട്ടനെ ശിവനും പിള്ളയും കൂടെ കൊണ്ടുപോയിക്കോളും. അതെ വാമേ, എന്നെ എന്നെ പോകൊണ്ടുപോയാ മതി. എന്നെ പോകൊണ്ടുപോയാ മതി.